ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് ചെറിയ ഒരു ബൈബിൾ സ്റ്റഡി ചെയ്യാം. അതായത് നമ്മളുടെ സ്വഭാവം പലപ്പോഴും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ പിറുപിറുക്കുക, അല്ലെങ്കിൽ പരാതി പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ എപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ കാണാറുണ്ടല്ലോ. അത് ഉള്ളൊരു ഇല്ലാത്തൊരു കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സന്ദർഭങ്ങളിലും അതിന് നമ്മൾ പരാതി പറയുന്നവരും അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണ കാണാറുണ്ട്. ഇന്ന് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ, അതായത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ അവർ കനാനെ ലക്ഷ്യമാക്കി ലക്ഷക്കണക്കിന് ജനങ്ങൾ യാത്ര പുറപ്പെട്ട് അവരൊരു പർട്ടിക്കുലർ പ്ലേസിൽ വന്നിരിക്കുന്നു. എക്സോഡസ് 17-ാം അധ്യായം അതിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. അതായത് അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ റഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മൊത്തത്തിൽ നോക്കിയാൽ അവരുടെ മരുഭൂമി യാത്രയിൽ അവർ 14 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അതായത് ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അവർ മോശയോട് കംപ്ലൈൻറ്റ് ചെയ്യും. അവർ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയും. ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടല്ലോ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ വെച്ച് ചാകാനായിട്ട് ആണോ നീ ഞങ്ങളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള ആ ഒരു രീതിയിലാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. അത് മോശ ഒരു വ്യക്തി, അവന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നത് എന്തിനെന്ന് പറയുന്നു. അവന് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം പറഞ്ഞ പോലെ അവൻ ചെയ്തു. ദൈവം തന്നെയാണ് അവരെ അവിടെ കൂട്ടിയിട്ട് വന്ന ആ സ്ഥലത്തേക്ക്. എങ്കിലും അവർക്ക് വന്നിട്ട് അവർ വിട്ടുപോകുന്ന മിസ്രൈമിലെ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അവിടെ വെള്ളത്തിന് കഷ്ടമില്ലാഞ്ഞു, എന്നാൽ കഷ്ടപ്പാടായിരുന്നതിലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ എങ്കിലും ആഹാരവും വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു മനസ്സും അവർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കഷ്ടപ്പാട്, ഇവർ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, യാത്ര ചെയ്യുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും പ്രതികൂലമായിട്ടുള്ള ഓപ്പൺ സ്പേസ്, കഷ്ടപ്പാട് ഉണ്ട്, പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ വെള്ളം കൂടെ ഇല്ലാതായി കഴിയുമ്പോഴത്തെ പ്രശ്നം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അവരെന്തായാലും കംപ്ലൈൻറ്റ് ചെയ്ത് പിന്നെ ദൈവം അങ്ങനെ ആ വെള്ളം കൊടുത്തെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ ഇതിങ്ങനെ വരുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ അങ്ങനൊരു സ്വഭാവം വളർത്തിയെടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ദൈവം വന്നിട്ട് നമ്മളെ ഈ ദാഹിപ്പിക്കുന്നതാണെങ്കിലും നമ്മളെ വിശപ്പിക്കുന്നതൊക്കെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിനുള്ള ദാഹം കൂടെ ആവശ്യമാണെന്നാണ് കാണുന്നത്. ദൈവം വന്നിട്ട് നമ്മളുടെ ദാഹവും വിശപ്പും എല്ലാം അലോ ചെയ്യുമെന്നുള്ളതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ പ്രൊവിഷൻ, അവനെ നമുക്ക് ചെയ്തു തരുന്ന പദ്ധതികളും അവൻ്റെ കഴിവിനെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്യും. നമുക്കറിയാം, അവരെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു, കാടപ്പക്ഷിയെ കൊണ്ട് പോഷിപ്പിച്ചു, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ മരുഭൂമിയിൽ അതിൽ മുക്കാലും എല്ലാവരും മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാലും അവർക്ക് വെള്ളം വേണ്ടിയെടുത്ത് വെള്ളം, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിയില്ല. അങ്ങനെയൊക്കെ ദൈവം അവരെ കാക്കുന്നുണ്ട്. പകല് മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വിശപ്പും ദാഹവും എല്ലാം ദൈവം അനുവദിക്കും എന്നുള്ളതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അവനിൽ വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണല്ലോ വായിക്കുന്നത്. അങ്ങനെ അവരെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ദൈവം ആരംഭിക്കുകയാണ്. അതായത് ഏകദേശം അവർ 5 പ്രാവശ്യം അവർ കംപ്ലൈൻറ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം വന്നിട്ട് അവരെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ നോക്കുകയാണെങ്കിൽ പുറപ്പാട് 32-28 നമ്മളൊരു സംഭവം കാണുന്നുണ്ട്.
അതായത് അവർ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. ദൈവത്തെ അവർ വിട്ടിട്ട് അവർ വേറെ ആരാധനയിലേക്ക് കടന്നു പോയതായിട്ട് കാണുകയാണ്. 32:28 വാക്യം. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേര് വീണു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതായത് അവർ മോശ വന്നിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നിരുന്നു. അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത തെറ്റിന് അവരെ കൊല്ലുവാനായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അതും ലേവ്യരോടാണ് പറഞ്ഞത് അവരെ കൊല്ലുവാനായിട്ട്. വാളിൻ്റെ വായ്ത്തല കൊണ്ട് അവർ സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയ ഗോൾഡൻ കാഫ്, അതായത് പശുക്കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിച്ച് അവർ ദൈവത്തിന് പകരം കാളക്കുട്ടിയെ അവരുണ്ടാക്കി അതിൽ ആരാധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശിക്ഷയായിട്ടാണ് ദൈവം അന്ന് അവരെ കൊല്ലാൻ പറയുന്നത്. ഇങ്ങനെ നമ്മളുടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു ഇമ്പേഷ്യൻ്റ്, നമ്മളുടെ ആ ക്ഷമയില്ലായ്മ നമ്മുടെ ശരീരത്തിൻ്റെ നേച്ചറാണത്. നമ്മുടെ ആ ഫ്ലഷിൻ്റെ നമ്മുടെ നേച്ചറിൽ അത് ആസിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ക്ഷമയില്ല. നമുക്ക് കർത്താവ് പറയുന്ന ദീർഘക്ഷമ വേണമെന്നാണ്. പക്ഷേ ക്ഷമ പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് ചില അവസരങ്ങളിൽ കാണാറില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മോശ വന്നിട്ട് ദൈവവുമായിട്ട് 40 രാവും 40 പകലവുമായിട്ട് സിനായിയിൽ മൗണ്ടിൽ മോശ കൽപ്പലക വാങ്ങിക്കുവാനായിട്ട് ദൈവവുമായിട്ട് സംഭാഷിച്ചുകൊണ്ട് ദൈവം ഓരോന്നും എഴുതിക്കൊണ്ട് അവൻ്റെ കയ്യിൽ 2 കൽപ്പലക കൊടുത്ത് 10 കൽപ്പന കൊടുത്ത് അയക്കുമ്പോൾ ജനം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അവർക്ക് മോശ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള സമയമോ അതിനുള്ള ക്ഷമയോ ഇല്ലാഞ്ഞുകൊണ്ടാണ് അവർ അഹരോനോടും മറ്റും ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ആരാധിക്കാനായിട്ട് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു. അപ്പോഴവർ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ മിസ്രൈമിൽ വന്നിട്ട് ഈജിപ്തിൽ അവരുടെ ദൈവമാണ്, അവർ ദൈവത്തെ പോലെ കാണുന്നതാണ് ഈ കാളക്കുട്ടിയൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള മോൾഡൊക്കെ ഇവർ ഇസ്രയേലെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ജനങ്ങൾ, അത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുള്ളതിൽ ചിലർ മിക്സഡ് മാരേജ് ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്നവരുണ്ടാവാം. ടോട്ടലി എന്താണെന്നും അവരുടെ കയ്യിൽ അന്ന് ആ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കാനുള്ള മോൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വർണ്ണം ഒരുക്കി അതിലൊഴിച്ചപ്പോൾ കാളക്കുട്ടി പുറത്ത് വന്നത്. അപ്പോൾ അതിനുള്ള അവസരം അവരുണ്ടാക്കി കൊടുത്തു. അങ്ങനെ 40 ദിവസം മോശ മൗണ്ടനിൽ ചിലവാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവൻ കാണുന്നത് അവരെ സൃഷ്ടിച്ചതായ ദൈവത്തെ അവർ വെറും ഒരു വിഗ്രഹമാക്കി മാറ്റി ദൈവത്തിനെ മറന്നിട്ട് ആ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു വർഷിപ്പ് ചെയ്യുകയും അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് അപ്പോൾ ദൈവത്തിന് വന്നിട്ട് അവരോടുള്ള ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അതൊന്നും അവർ ഓർത്തില്ലെന്നുള്ളതാണ്. അവരെ നടത്തിക്കൊണ്ട് വന്ന് അവർക്ക് ചെങ്കടലിൽ കൂടി കടത്തിയതോ ഒരു കാര്യങ്ങളും ഓർത്തില്ല. അവർക്ക് ആ ക്ഷണത്തിൽ അവർക്ക് പേഷ്യൻസ് ഇല്ല. 40 ദിവസമായി മോശ കാണാനില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവം വേണം, ഞങ്ങൾക്ക് എന്നുള്ളത് നമ്മളുടെ ആ നമ്മുടെ ഫ്ലഷിൻ്റെതായ ചിന്തകളിലേക്ക് കടന്നുപോയി. അങ്ങനെ അവർ ശിക്ഷാവിധി ഏറ്റുവാങ്ങാണ്. അന്നത്തെ ഒരു ദിവസം വന്നിട്ട് 3000 പേര് മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുണ്ട് മനുഷ്യൻ്റെ തെറ്റുകൊണ്ട് വലിയതായ പ്രശ്നങ്ങൾ വരുന്നതും കൊലകൾ നടക്കുന്നതും അതുപോലെ തന്നെ കൂട്ടക്കൊലകൾ നടക്കുന്നു. ഇത് ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും വന്നിട്ട് നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്തോ അത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ദൈവത്തെ വിട്ട് ദൂരേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ക്ഷമ എന്നുള്ളതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് ക്ഷമ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വരമാണല്ലോ ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യരിൽ വായിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അവനോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കേണ്ടതിനുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അവനോട് യാചിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ.